ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ സാധാ ഒരു ബോട്ടം കട്ടിംഗ് ആണ് കാണിക്കുന്നത്. അതിനായിട്ട് നമ്മൾ ബോട്ടത്തിൻ്റെ ലെങ്ത് വരുന്നത് 40 ഇഞ്ചാണ്. അപ്പം നമ്മൾ 40 എന്ന് പറയുമ്പോൾ നമ്മൾ മുകൾ വശത്ത് ഒരു പടി വരുന്നുണ്ട്. അതിൻ്റെ ലെങ്ത് വരുന്നത് 6 ഇഞ്ചാണ്. അപ്പോൾ 40ൽ നിന്ന് 6 ഇഞ്ച് കുറയ്ക്കുക. അതിൻ്റെ കൂടെ ഒരു 2.5 ഇഞ്ച് സീം അലവൻസും കൂടി ഇടുക. അപ്പം 36.5 മാർക്ക് ചെയ്ത ശേഷം നമുക്ക് അടിവശത്തായിട്ട് ആംഗിൾ റൗണ്ട് മാർക്ക് ചെയ്യാം. ആംഗിൾ റൗണ്ട് വരുന്നത് ഒരു 6 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമ്മളൊരു 2 ഇഞ്ചോ 1.5 ഇഞ്ചോ സീം അലവൻസ് ഇടുക. അതിനുശേഷം മുകൾ വശത്ത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചിട്ടുണ്ട്. അതിപ്പം തുണി കയറി ഇറങ്ങി വരുന്നതൊക്കെ നമ്മളൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്താൽ മതി. അതിനുശേഷം വീഡിയോയിൽ കാണുന്ന പോലെ മുകൾ വശത്തു നിന്ന് താഴേക്ക് ഒരു 10 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിപ്പം ഏത് സൈസുകാർക്കും ആ ഒരു 10 ലെങ്ത് വരണത്. അവിടെ നിന്ന് ആ 10 ഇഞ്ച് മാർക്ക് ചെയ്തതിൽ നിന്ന് ആംഗിൾ റൗണ്ട് മാർക്ക് ചെയ്തതിലേക്ക് ഒരു സ്കെയിൽ ഉപയോഗിച്ചോ കൈ ഉപയോഗിച്ചോ നമുക്കൊരു ലൈൻ വരച്ചു കൊടുക്കാവേ. ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ട ഭാഗം മുകൾ വശത്തെ പടിയാണ്. അതിനായിട്ട് നമുക്ക് അടിവശത്തു നിന്ന് ഫോൾഡിങ് വരുന്ന വശത്തു നിന്ന് നമുക്ക് മാർക്കിംഗ് തുടങ്ങാം. നമുക്ക് ബോട്ടത്തിൻ്റെ റൗണ്ട് വരണത് വൺ സൈഡ് വരുന്നത് ഒരു 22.5 വരുന്നത്. അപ്പോൾ അത് 4ആക്കി നമ്മൾ മടക്കി ഇടുമ്പോൾ ഒരു 11.25 വരണ്ടേ. അപ്പോൾ അത് നമുക്ക് സീം അലവൻസ് കൂടി കൂട്ടിയിട്ട് ഒരു 13.5 മാർക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ലെങ്താണ് അടയാളപ്പെടുത്തേണ്ടത്. ലെങ്ത് വരുന്നത് 6 ഇഞ്ചാണ്. 6 ഇഞ്ചും 1.5 ഇഞ്ച് സീം അലവൻസും കൂടി കൂട്ടി നമ്മളൊരു 7.5 മാർക്ക് ചെയ്യുക. അതിനുശേഷം അതൊരു ബോക്സായിട്ട് വരച്ചെടുക്കേണ്ടത്. നമുക്ക് സാധാ ബോട്ടത്തിന് ഏകദേശം ഏത് സൈസുകാർക്കും ഈ ഒരു മെഷർമെൻറ്റൊക്കെ തന്നെയാണ് വരുന്നത്. അരവണ്ണത്തിൽ വരുന്ന വ്യത്യാസത്തിൽ മാത്രമേ നമ്മൾ വ്യത്യാസം വരുള്ളൂ ലെങ്തിലും. അല്ലാണ്ട് നമുക്ക് സാധാ ബോട്ടം പാറ്റേൺ എല്ലാം ഇങ്ങനെ തന്നെ ആയിരിക്കും. അതിനുശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാവേ.